ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കഥയുടെ യാത്രയിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ പോകാം. ഈ ലോകത്തിലെ യുദ്ധങ്ങൾ സാധാരണ ആയുധങ്ങളാലല്ല, ധർമ്മം രക്ഷിക്കാനായി ദൈവങ്ങൾ സൃഷ്ടിച്ച ദിവ്യ അസ്ത്രങ്ങളാലായിരുന്നു. സൃഷ്ടിയുടെ ആദ്യ നിമിഷങ്ങളിൽ ബ്രഹ്മാവ് ധ്യാനത്തിൽ ലയിച്ചപ്പോൾ വേദങ്ങളുടെ ശബ്ദം അഗ്നിയായി രൂപം കൊണ്ടു. അഗ്നിയിൽ നിന്നാണ് ബ്രഹ്മാസ്ത്രം ജനിച്ചത്. ഒരു മന്ത്രം ഉച്ചരിച്ചാൽ പൂർണ്ണ യുദ്ധഭൂമി അഗ്നിയിലാഴ്ത്തുന്ന ശക്തി. എന്നാൽ അത് പോരാ എന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവിന്റെ ശിരസുകളിൽ നിന്ന് ബ്രഹ്മശിരാസ്ത്രം ഉദിച്ചു. ഇതുപയോഗിച്ചാൽ ഭൂമി തന്നെ നിസ്സാരമാകുമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ അസ്ത്രം ഭൂരിഭാഗം സമയവും വിലക്കപ്പെട്ടതായിരുന്നു. ധർമ്മം തകർന്നപ്പോൾ വിഷ്ണു തന്റെ കോപവും നീതിയും ചേർത്ത് ഒരു ചക്രമായി മാറ്റി. അതാണ് സുദർശന ചക്രം. ഇതൊരിക്കലും ലക്ഷ്യം തെറ്റിച്ചില്ല. അധർമ്മത്തെ തിരിച്ചറിഞ്ഞു, സ്വയം ശിക്ഷിച്ചു, വീണ്ടും ഉടമയിലേക്ക് മടങ്ങി. വിഷ്ണുവിന്റെ ശക്തി ഭാരമായി മാറിയപ്പോൾ അത് കൗമോദകി ഗദയായി മാറി. ഒരു പ്രഹരത്തിൽ പർവ്വതം പോലും തകർക്കുന്ന ഭാരവും ശക്തിയും. സമുദ്രത്തിൽ നിന്നുയർന്ന ദൈവീക നാദം പാഞ്ചജന്യ ശംഖമായി മാറി. യുദ്ധം തുടങ്ങുന്ന ശബ്ദം, ശത്രുക്കളുടെ മനസ്സ് തകർക്കുന്ന നാദം. ശിവന്റെ മൂന്നാം കണ്ണിൽ ഒരു ചിന്ത ജനിച്ചു. അതായിരുന്നു പാശുപതാസ്ത്രം. ദേവന്മാരെയും അസുരന്മാരെയും ഒരുമിച്ച് നശിപ്പിക്കാനുള്ള പരമശക്തി. അർഹതയില്ലാത്തവന്റെ കയ്യിൽ ഈ അസ്ത്രം ലോകനാശമായി മാറുമായിരുന്നു. ശിവന്റെ കൈകളിൽ പർവ്വതത്തിന്റെ ശക്തി ബില്ലായി മാറി. അതാണ് പിനാകധനുസ്. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ശ്രീരാമന്റെ കോദണ്ഡം. സത്വം, രാജസം, തമസം, ഈ മൂന്ന് ഗുണങ്ങൾ ഒന്നിച്ചപ്പോൾ ത്രിശൂലം ജനിച്ചു. ജീവിതത്തെയും മരണത്തെയും കാലത്തെയും നിയന്ത്രിക്കുന്ന ആയുധം. ദേവന്മാർക്ക് അജേയനായ ശത്രു ഉയർന്നപ്പോൾ മഹർഷി ദധീജിയുടെ ത്യാഗത്തിൽ നിന്ന് വജ്രായുധം സൃഷ്ടിച്ചു. ഒടിയാത്ത, തകർന്നുകൂടാത്ത, ത്യാഗത്തിൽ ജനിച്ച ആയുധം. അഗ്നിയുടെ ജ്വാലകൾ മന്ത്രങ്ങളോട് ചേർന്നപ്പോൾ അഗ്നേയാസ്ത്രം ജനിച്ചു. ശുദ്ധീകരണവും നാശവും ഒരുമിച്ചുള്ള ശക്തി. സമുദ്രത്തിന്റെ ആഴത്തിൽ വരുണന്റെ ശ്വാസം ജലമായി മാറി. അതാണ് വരുണാസ്ത്രം. അഗ്നിയെ ശമിപ്പിക്കുന്നതും ലോകത്തെ മുങ്ങിക്കുന്നതുമായ ജലശക്തി. ശ്വാസം തന്നെയാണ് ജീവൻ. അതായുധമായപ്പോൾ വായവ്യാസ്ത്രം ജനിച്ചു. കാറ്റായി, പ്രളയമായി, എല്ലാം തൂത്തുവാരുന്ന ശക്തി. ഈ ദേവാസ്ത്രങ്ങൾ പിന്നീട് മനുഷ്യരിലേക്കിറങ്ങി. ശ്രീരാമൻ കോദണ്ഡം ധനുസ്സും അക്ഷയ തൂണീരും കൊണ്ട് ധർമ്മയുദ്ധം നടത്തി. ഹനുമാൻ കൗമോദകി ഗദ കൈവശം വെച്ച് അസ്ത്രങ്ങളില്ലാതെ തന്നെ ദൈവീക ശക്തിയായി. മഹാഭാരതത്തിൽ അർജുനൻ ഗാണ്ഡീവമുയർത്തി ദേവാസ്ത്രങ്ങൾ നേടി. കർണൻ വിജയധനുസ്സോടെ വിധിയെ നേരിട്ടു. ഭീമൻ ഗദയോടെ, യുധിഷ്ഠിരൻ ധർമ്മത്തോടെ, നകുലനും സഹദേവനും ദൈവാശീർവാദത്തോടെ യുദ്ധഭൂമിയിൽ നിന്നു. ഇത് ആയുധങ്ങളുടെ കഥയല്ല, ഇത് ശക്തിയുടെ കഥയല്ല. ധർമ്മം, അർഹത, നിയമം, ഈ മൂന്ന് പാലിച്ചാൽ മാത്രമേ ദേവാസ്ത്രങ്ങൾ ജാഗ്രതാവൂ. ഓരോ അസ്ത്രത്തിനും ഒരു കഥയുണ്ട്, ഒരു ശാപമുണ്ട്, ഒരു പരിധിയുണ്ട്. അത് നാം ഒന്നൊന്നായി വിശദമായി. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ.